പ്രൈസ് ദി ലോർഡ്. ഏവർക്കും വീണ്ടും വരുന്നതായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹത്തെ അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങളുടെ ഈ ചാനലിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഇടയിലൊക്കെ വീഡിയോ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക. കറക്റ്റായിട്ട് ഞാനത് വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥനയെ ചോദിച്ചോളുന്നു. കഴിഞ്ഞ മാസങ്ങളൊക്കെ ദൈവം നമ്മളെ അതിശയപരമായി നടത്തി. 2026 6 മാസക്കാലവും ദൈവം നമ്മളെ അതിശയമായി നടത്തിയിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കാം. വീണ്ടും ഈ മാസത്തെ അനുഗ്രഹത്തിനായിട്ട് ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വചനമാണ് യോവേൽ പ്രവചനം 2:25. അതിൻ്റെ ഒടുവിലത്തെ വാക്യം വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇതിനൊരു ഹെഡിങ് ആയിട്ട് ആഗ്രഹിക്കുന്നതാ, പകരം നൽകുന്ന ദൈവം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ നമ്മൾക്ക് വീഴ്ചകൾ ഒക്കെയും വന്നിട്ടുണ്ട്, നമുക്ക് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. എന്തെല്ലാം നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങൾ, വേദനകൾ, കഷ്ടങ്ങളൊക്കെയും നമുക്ക് വന്നിട്ടുണ്ട്. അതേസമയം അതോടൊപ്പം ഒരു നല്ല കാലവും നമുക്കുണ്ട്, ഇല്ലേ? അപ്പോൾ ഈ നഷ്ടങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നതിന് ദൈവം ഒരു പകരം നൽകുന്ന ഒരു മാസമായിട്ട് ഈ മാസം ദൈവം തീർക്കാൻ ആഗ്രഹിക്കുക. ആ യോവേൽ പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവ വഴി വിട്ടുപോകുമ്പോൾ ദൈവം അവരെ പലതരത്തിൽ ദൈവസന്നിധി മടക്കി കൊണ്ടുവരാനായിട്ട് ചില കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ദൈവം അയച്ചിട്ട് ആ വെട്ടുക്കിളി, തുള്ളന്, പച്ചപ്പുഴു എല്ലാം വന്ന് അവരുടെ നന്മകളെ തിന്നുകളഞ്ഞത്. അപ്പം നന്മ വരും, അത് നശിപ്പിച്ചു കളയും. അത് അനുഭവിക്കാൻ പറ്റാതെ പല സമയങ്ങളിലും ജനത്തിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ദൈവം അതിൻ്റെ എന്തെല്ലാം അവർക്ക് നഷ്ടമായിരിക്കുന്നു അതിനെ ഹി വിൽ റീസ്റ്റോർ ചെയ്യുമെന്നാണ് ദൈവം അവിടെ പറയുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്തവര് ദൈവസന്നിധി ഹൃദയങ്ങളെ തന്നെ കീറി, ദൈവസന്നിധി വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ദൈവസന്നിധിയിലിരുന്ന് ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം അവരോട് ഒരു മനസ്സലിവ് തോന്നി. ആ മനസ്സലിവ് തോന്നുന്ന സമയത്ത് ആ ദൈവത്തിന് എന്തെല്ലാം അവരോടൊരു മനസ്സലിവ് തോന്നി. ദൈവസന്നിധിയിൽ അവരുടെ പാപങ്ങളെല്ലാം അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു. ഏറ്റുപറഞ്ഞാൽ മാത്രം പോരാ, ഉപേക്ഷിക്കണം. അപ്പം ഈ പാപങ്ങളെല്ലാം ദൈവ വഴി വിട്ടുപോയി, ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം അതെല്ലാം പോയിട്ട് അതെല്ലാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മൾ മടങ്ങി വരുമ്പോൾ ദൈവം നമുക്ക് ചില നന്മകളെ ദൈവം ചെയ്യും. അപ്പോൾ അതിനകത്ത് 2:18 എന്തോ വായിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തെ ആദരിച്ചു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തിരിക്കുന്നേ, ധാന്യവും വീഞ്ഞും എണ്ണയും നൽകാമെന്ന് പറഞ്ഞു. അപ്പം ധാന്യവും വീഞ്ഞും എണ്ണയെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ തൃപ്തി കൊടുത്തു, ഒരു സമൃദ്ധി ദൈവം നമ്മുടെ ഭവനത്തിൽ ദൈവം തന്നു. അപ്പത്തെയും വെള്ളത്തെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ധാന്യം, വീഞ്ഞ്, എണ്ണ എല്ലാം ദൈവം തന്നു. ആ ഷോർട്ടേജ് എല്ലാം ദൈവം മാറ്റി ഒരു നല്ലൊരു നിറവിലേക്ക് ദൈവം അവിടെ കൊണ്ടുപോകുന്നു. അതേപോലെ ദൈവം വീണ്ടും പറയുന്നത്, ജാതികളുടെ ഇടയിൽ ഞാൻ നിന്നെ നിന്നയാക്കുകയില്ല. ജാതികളുടെ മുമ്പിൽ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന അളവിൽ നമ്മുടെ ജീവിതത്തിൽ ചില ഭാരങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ നമ്മൾ വന്ന് പലതരത്തിലും തല താഴ്ത്തപ്പെട്ടവരെ പോലെ കഴിഞ്ഞ കാലങ്ങളിലായിരുന്നെങ്കിൽ ദൈവം എന്ന് പറയുന്നത്, ജാതികളുടെ ഇടയിൽ ഞാൻ നിന്നെ നിന്നാ വിഷയമാക്കുകയില്ല, നീ ലജ്ജിച്ചു പോവുകയില്ല. യു വിൽ നോട്ട് ബി എഷെയിംഡ്. നിന്റെ തല, ആമേൻ, ഹല്ലേലൂയ, തല കുനിഞ്ഞു പോവാൻ ദൈവം അനുവദിപ്പിക്കില്ല. എപ്പോഴും തല ഉയർത്തുന്ന ദൈവം കൂടെ നമ്മളെ സഹായിക്കും. അതുപോലെ ദൈവം പറയുന്നത്, ശത്രുവിനെ കിഴക്കും പടിഞ്ഞാറും കടലിലേക്ക് ദൈവം ഇട്ട് കളയും. ശത്രു, ആമേൻ, ഹല്ലേലൂയ, കിഴക്കുള്ള കടലിലേക്ക് പടിഞ്ഞാറുള്ള കടലിലേക്ക് ശത്രുവിനെ ദൈവം നീക്കിക്കളഞ്ഞ് ശത്രു ദുർഗന്ധം പൊങ്ങുകയും
നാറ്റം കയറുകയും ചെയ്യും. അവൻ അങ്ങനെ കടലിൽ താണുപോയി അവൻ്റെ ജീവിതം നാറ്റം പിടിച്ച് പോകും. അതേസമയം ദൈവം അവിടെ നമ്മളെ ഉയർത്തിയെടുക്കും. ദൈവം നമ്മളെ നല്ലൊരു അനുഗ്രഹപാത്രമായി, നല്ലൊരു സുഗന്ധം പകരുന്ന ഒരു പാത്രമായി ദൈവം നമ്മളെ മാറ്റും. അതേപോലെ ദൈവം അവിടെ പറയുന്നത് എന്തുവാ? ദേശമേ ഭയപ്പെടാതെ ഘോഷിച്ച് സന്തോഷിക്കാം, യഹോവ നിങ്ങൾക്ക് വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അപ്പം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മടങ്ങി വരവ്, നമ്മളുടെ കുറവശങ്ങളെയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് ദൈവസന്നിധി നമ്മൾ മടങ്ങി വരുമ്പോൾ ദൈവം എന്താ പറയുന്നത്? ഘോഷിച്ചുല്ലസിക്കുക. ദൈവം യഹോവയായ ദൈവം വൻ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകും. നമ്മൾ ചിന്തിക്കാത്ത ലെവലിലുള്ള വൻ കാര്യം. നമുക്ക് വഴി തുറക്കാൻ ഈ സൈഡ് പറ്റത്തില്ല എന്ന് കാണുമ്പോൾ ആ സൈഡിൽ ദൈവം വഴി തുറക്കും. നമ്മളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരു വലിയ വിടുതൽ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതേപോലെ അവിടെ എന്ത് വായിക്കുന്ന മരുഭൂമിയിൽ പുൽപ്പുറങ്ങളുണ്ടാകും. ഇപ്പം മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ മരുഭൂമിയിൽ വന്ന ഒരു മരങ്ങളോ ചെടികളോ ഒന്നും കാണാനൊക്കാത്ത സ്ഥാനത്ത് അത് പുൽപ്പുറങ്ങളായി തീരും. അപ്പോൾ അത് പച്ചിപ്പ് അവിടെ ഉണ്ടാകും, ഒരു ഫെർട്ടിലിറ്റി അവിടെ ഉണ്ടാകും. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു വരണ്ട അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം നല്ലൊരു ഫെർട്ടിലിറ്റി, ഒരു നല്ല ഒരു ഫെർട്ടൈൽ ലാൻഡായിട്ട് അത് മാറും. എന്തെങ്കിലും അതിലുണ്ടാകും. ഇതുവരെ ഒന്നും ഉണ്ടാകത്തില്ല. നന്മ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നിന്റെ തലമുറയിൽ നന്മ ഉണ്ടാകത്തില്ല. നിന്റെ ഭവനത്തിൽ ഒരു നന്മ ഉണ്ടാകത്തില്ല. നിന്റെ കൈയുടെ പ്രയാസങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തില്ല എന്നെല്ലാം പറഞ്ഞു തന്ന ഇടത്തിൽ ദൈവം എന്തോ ചെയ്യും? അതിനെല്ലാം ദൈവം ബ്ലസ് ചെയ്ത് നല്ലൊരു ഫ്രൂട്ട്ഫുള്ളാക്കി, ഫലവത്താക്കി ദൈവം മാറ്റും. വൃക്ഷങ്ങളിലെല്ലാം ഫലം കൊണ്ടാകും. ഇതുവരെ വൃക്ഷമായിട്ട് നിന്നിട്ടുണ്ട്, അതിനകത്തൊന്നും ഫലങ്ങളില്ലാതെ കിടന്ന അവസ്ഥകളെയൊക്കെ മാറ്റി ദൈവം അതിനകത്ത് ഫലങ്ങളെ കൊടുക്കും. അപ്പോൾ ദൈവം അവിടെ വീണ്ടും വായിക്കുന്നത് അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു. അത്തിവൃക്ഷത്തിലെ ഫ്രൂട്ട്സ് കാണും, അതേപോലെ മുന്തിരിവള്ളിയിലെ ഫ്രൂട്ട്സ് കാണും. ഇതൊന്നും ഇല്ലാതെ എല്ലാം ഉണങ്ങിപ്പോയി, ഒന്നുമില്ലാതെ ശത്രു എല്ലാത്തിനെയും നശിപ്പിച്ച് കളഞ്ഞ് ആ ഒരു അനുഭവങ്ങളെ മാറ്റി അവിടെ വന്ന് ദൈവവചനം കടന്നു വന്ന് ഈ ഉപവാസത്തിലെ പ്രാർത്ഥനയിലൊക്കെയും നമ്മളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങളെ ദൈവം ചെയ്യാൻ പോവുക. ദൈവം ഒരു വലിയ ജയത്തെ കൊടുക്കാൻ പോവുക. നമ്മളുടെ ആ വരണ്ട അവസ്ഥകളൊക്കെ മാറ്റി ദൈവം അത് വന്ന് നല്ലൊരു സമൃദ്ധിയിലേക്ക് ആരെങ്കിലും കണ്ടാൽ നല്ലൊരു ഗാർഡൻ മീൻസ് അതിനകത്ത് എന്തെല്ലാം കാണും ഇല്ലേ? അതിനകത്ത് നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് കാണും, ഫ്രൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് കാണും, അതുപോലെ കണ്ടാൽ നല്ല ലോൺസ് കാണും. ഇങ്ങനെ എല്ലാം കൊണ്ടും ആ ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. ദൈവം തക്ക സമയത്ത് അതിനുള്ള മുൻമഴ തരും. ദൈവം ഓരോ സമയത്തും വേണ്ടതായ മഴകളെ കൊടുത്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടാകാനായിട്ട് ദൈവം സഹായിക്കും. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും പലപ്പോഴും നമ്മളിൽ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ പെയ്ത ഒരു ആത്മസന്തോഷം ഉണ്ട് ഇല്ലേ? പിന്മഴയുണ്ട്. അതേപോലെ ദൈവ ദിവസങ്ങളിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഒരു മുൻമഴയെ ദൈവം തന്ന് നമ്മുടെ ജീവിതത്തിലെ ആത്മീയ ജീവിതം കൂടെ തഴച്ചു വളരുവാൻ ദൈവം കൃപ ചെയ്യും. അതുപോലെ താഴോട്ട് വായിക്കുന്ന 24 വായിക്കുന്ന കളപ്പുരകളെല്ലാം ധാന്യം കൊണ്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ആ സ്റ്റോർ ഹൗസ് എല്ലാം ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് ദി ഗ്രേപ്സ്. അപ്പം നമ്മളുടെ ഇതുവരെയുള്ള എല്ലാ അധ്വാന ഫലങ്ങളും നശിച്ചുപോയി, എല്ലാം ശത്രു നശിപ്പിച്ച് കളഞ്ഞ് കൊണ്ടുപോയി ഒന്നുമില്ലാതാക്കി കളഞ്ഞ സ്ഥാനത്ത് ദൈവം അവിടെ എന്തോ ചെയ്യും? അവിടെ വന്ന് ഒരു നിറവിനെ കൊണ്ടുവരും. അതെല്ലാം ബ്ലസ് ചെയ്ത് ദൈവം ഒരു നിറവിനെ അവിടെ കൊണ്ടുവരും. അതുപോലെ ചക്കുകളിൽ എണ്ണയും വീഞ്ഞും ഒക്കെ എടുക്കുന്ന ചക്കുകളിലെല്ലാം എന്തുവാ? അതെല്ലാം ഓവർഫ്ലോ ചെയ്യും. ഇതുവരെയും ഫ്രൂട്ട്സ് ഒന്നും ചെടികളിൽ ഇല്ലാതെ വന്നപ്പോൾ ഇതും ഡ്രൈ ആയി കഴിഞ്ഞു. അതേസമയം ഇന്ന് അതെല്ലാം ഫിൽ ചെയ്ത് ഒരു ഓവർഫ്ലോ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരും. എന്നിട്ട് വീണ്ടും പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന
എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി. ആ സംവത്സരങ്ങളുണ്ട് എല്ലാം നശിച്ചു പോയി. ഒന്നും നമ്മൾ ചെയ്യുന്നത് ഒന്നും സക്സസ് ആകാതെ കിടന്ന ആ ഒരു സാഹചര്യങ്ങളുണ്ട്. ചില സമയങ്ങളിൽ രോഗം വന്ന് ഉള്ള എല്ലാ അനുഗ്രഹങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞു. രോഗം വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മൾ തളർന്നു പോകും. നമ്മുടെ ഭൗമിക ജീവിതത്തിൽ നമുക്ക് കടന്നുപോയി ജോലി ചെയ്യുന്ന വിഷയങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും നമ്മൾ വന്ന് തളർന്നു പോകാറുണ്ട്. അങ്ങനെ വെട്ടുക്കിളിയും തുള്ളനും വന്ന് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് കളഞ്ഞ സമയം, നമ്മുടെ ആത്മീയ ജീവിതത്തെ നശിപ്പിച്ചു കളഞ്ഞ സമയങ്ങൾ, നമ്മുടെ സന്തോഷം നശിപ്പിച്ചു, നമ്മുടെ സമാധാനത്തെ നശിപ്പിച്ചു, നമ്മുടെ ഫൈനാൻസിനെ നശിപ്പിച്ച് ഏതെല്ലാം തരത്തിൽ അവനെ നശിപ്പിക്കാൻ കഴിയുമോ അത് വായിക്കുന്നത് പോലെ വെട്ടുക്കിളി തിന്നിട്ട് മിച്ചം വന്നത് എന്തേതു തുള്ളൻ തിന്നു, അത് മിച്ചം വന്നത് പച്ചപ്പുഴു തിന്നു. അപ്പോൾ ഇനി മിച്ചം എന്തുകൊണ്ട്? ഒന്നുമില്ല. അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത പോലെ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ സംവത്സരങ്ങളെല്ലാം ദൈവം തിരിച്ചു തരും. ഈ നഷ്ടപ്പെട്ടു പോയ നഷ്ടങ്ങളെല്ലാം ദൈവം റീസ്റ്റോർ ചെയ്ത് ഒരു ഓവർഫ്ലോ, ഒരു ഫുള്ളിങ് നമ്മുടെ ജീവിതത്തെ ദൈവം ചെയ്തു തരും. 65-ാം സങ്കീർത്തനത്തിൽ നമ്മൾ അതുപോലെ വായിക്കുന്നുണ്ട്. 11 നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. അപ്പോൾ ഈ വരുന്ന ഈ സംവത്സരം, അതായത് ജൂലൈ മാസത്തിൽ 26-ന്റെ പാതി വർഷം കഴിഞ്ഞ് ഈ വരുന്ന ദിവസങ്ങൾ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കും. ദൈവം നന്മകളാൽ നമ്മളെ അലങ്കരിക്കും. എൻ്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. നീ കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം ബ്ലസ്ഡ് ആയിത്തീരും. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു. കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. കുന്നുകളിലെ ഹിൽസിലെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ മേച്ചൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ കൈയുടെ അധ്വാനങ്ങൾ, നമ്മുടെ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആ മേച്ചൽപ്പുറങ്ങൾ, ആ ലോൺസ് എല്ലാം നിറയുക. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. ആർക്കെയും പാടുകയും ചെയ്യും. ഇത് കൂടെ ഒരു സന്തോഷം നമുക്ക് എന്നാ വേണ്ടി? നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബ്ലെസ്സിങ്സും കാണിക്കുന്ന ഒരു വാക്യമാണ് അതവിടെ വായിക്കുന്നത്. അപ്പം നമ്മളെ നന്മകൾ കൊണ്ട് ദൈവം നിറയ്ക്കും. നഷ്ടപ്പെട്ടു പോയ നന്മകളെ എല്ലാം ദൈവം റീസ്റ്റോർ ചെയ്യുന്ന ഒരു മാസമായി ഈ മാസം നമ്മൾക്ക് തീർക്കണം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടി വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സംവത്സരത്തെ കർത്താവേ, അമേൻ, നഷ്ടപ്പെട്ടു പോയ ഹല്ലേലൂയ ആ സംവത്സരത്തെ ദൈവം പകരം നൽകാമെന്നുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവേ, അമേൻ, ജനത്തിൻ്റെ നടുവിൽ ഒരു വലിയ വിടുതലായി ജയമായി മാറണമേ കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, സ്തോത്ര കർത്താവേ. സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിക്കണമേ കർത്താവേ. പാതകൾ പുഷ്ടി പൊഴിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ധാന്യവും വീഞ്ഞും കൊണ്ട് ജനത്തെ കർത്താവെ നിറഞ്ഞ് ഹല്ലേലൂയ തൃപ്തിയുള്ള അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകാണ്. ചക്കുകൾ ആമേൻ, വീഞ്ഞും ആമേൻ, ഹല്ലേലൂയ സ്തോത്രം, ധാന്യവും കൊണ്ട് ആമേൻ ഓവർഫ്ലോ ആയി തീരുവാൻ ദൈവം സഹായിക്കണം. ഏതെല്ലാം വിഷയങ്ങളിൽ ജനം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിൻ്റെ മേലെല്ലാം ദൈവം ഒരു വലിയ സന്തോഷത്തെ ജനത്തിന് കൊടുക്കണം. ഒരു മുൻമഴയെ ദൈവം അയക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ മുൻമഴയെ കൊടുത്ത് ജനം ദൈവത്തെ സന്തോഷിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. നഷ്ടപ്പെട്ടു പോയ ആമേൻ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവർക്കെല്ലാം ദൈവം നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി നന്മകളെ കൊടുത്ത് യോബിൻ്റെ ജീവിതത്തിൽ ഇരട്ടിയായ നന്മകളെ കൊടുത്തതുപോലെ ദൈവം അവരെ അമേൻ ഹല്ലേലൂയ ഇരട്ടി ആത്മാക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും, എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമേൻ, ഭവനങ്ങൾക്ക് വേണ്ട സുഖബലമായി ആരോഗ്യത്തെ കൊടുത്ത് അനുഗ്രഹിക്കും. ദൈവകൃപ കൂടിയിരിക്കും. ആത്മീയ ജീവിതത്തിൽ വളർന്നു വരുവാൻ കർത്താവ് കൃപയും അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ കൃപയും രോഗങ്ങൾ ദുഃഖാദികളിൽ വിലക്കി കാത്തുള്ളണമേ. ജോലി കാര്യങ്ങളിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് ജോലിയെ കൊടുക്കണം. വിവാഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വലിയ കരം നീട്ടപ്പെടുമെന്ന് പ്രാർത്ഥി. ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ. സ്വസ്ഥതയ്ക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ. നഷ്ടപ്പെട്ടു പോയതെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവം തിരികെ ഇരട്ടി അനുഗ്രഹത്തോട് ദൈവം കൊടുക്കുമെന്ന് പ്രാർത്ഥി. കുടുംബത്തെ സ്വസ്ഥതയില്ലാതെ പിരിഞ്ഞിരിക്കുന്ന കുടുംബങ്ങളെ ഹല്ലേലൂയ ദൈവം അവരുടെ നടുവിൽ ഒരു വലിയ വിടുതലിനെ ദൈവം അയച്ച് ജനത്തെ ദൈവം ആമേൻ ഹല്ലേലൂയ മടക്കി വരുത്തുമെന്ന് പ്രാർത്ഥന. തളർന്നു പോകാൻ ഇടയാക്കാതെ കർത്താവിൻ്റെ കരം കൂടെ ഇരിക്കട്ടെ. യേശു മൂലം യാചിക്കുന്നു, കേട്ട് തിരുമല്ലുമാറാണ്. ആമേൻ.
ഗോഡ് ബ്ലെസ്.